പിന്നെ മൂത്രം ഒഴിക്കുന്നത് മുഴുവൻ ബ്ലഡായിരുന്നു. അത് പറഞ്ഞ പാഡ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ ഒരവസ്ഥയാണ് ഇപ്പം പുള്ളിക്കാരിയായിട്ട് ഇപ്പം സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്. 5 വർഷമായിട്ട് ഇപ്പം വേദന അനുഭവിച്ച് തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ആളാണ്. ഇന്ന് അത് പറയുകയാണ്, തൂക്കരുത്, തുടയ്ക്കരുത്, പിന്നെ ഇത് കുത്തി കയറും എന്ന് ഇന്ന് പറയുന്നു. ഇത് ഇത്രയും വർഷം 5 വർഷം ഇത് കൊണ്ട് നടന്ന ആൾ പിന്നെ വേദന വരും, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും, ഒരു ഗുളികയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഇഞ്ചക്ഷനോ ചെയ്ത് താൽക്കാലികമായ വേദന ശമിക്കുന്നു. പിന്നെ മൂത്രം ഒഴിക്കുന്നത് മുഴുവൻ ബ്ലഡായിരുന്നു. അത് പറഞ്ഞ പാഡ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആ ഒരവസ്ഥയാണ് ഇപ്പം പുള്ളിക്കാരിയായിട്ട് ഇപ്പം സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്. പുറത്തുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാഡ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നാണ്. അത്രയും വലിയൊരു ഗുരുതരമായ ഒരു പ്രശ്നമാണ് നേരിട്ട. അതുകൊണ്ട് ഇവർ പുറത്ത് ഉള്ളവർ അറിയാൻ ഇത് പാടില്ല എന്ന് തീരുമാനിച്ചത് ഈ ഡോക്ടർ നേരത്തെ നമ്മൾ ആ ബന്ധുവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ ഡോക്ടർമാർ ഈ സ്കാനിങ്ങിന് ശേഷം പറഞ്ഞത് പുറത്താരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമോ എന്നാണ്, എങ്ങനെയാണ്? അത് ഇന്നാണ് യഥാർത്ഥത്തിൽ, ഇന്നാണ് ലാസ്റ്റ് നമ്മുടെ എക്സ്റേ എടുത്തത്. ഇന്നാണ് അതിൻ്റെ വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം ആണ് ഡോക്ടർമാർ അത് മറച്ചു വെക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആരും അറിയണ്ട, തിങ്കളാഴ്ച രാവിലെ വാ, വേറെ ഒരു ബന്ധുവും കൂടെ വന്നാൽ മാത്രം മതി, ഇതിനാരും വേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച രാവിലെ ചെല്ല്, നമുക്ക് അന്നേരം തന്നെ ഓപ്പറേറ്റ് ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ്. അതായത് വേറെ ആരും വരണ്ട, അധികം ആൾക്കാരൊന്നും വേണ്ട, ബന്ധുക്കളൊന്നും വേണ്ട, ഒരാൾ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് 8 മണിക്ക് തന്നെ വരണം, നമുക്ക് ആദ്യം തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടത്. അന്നേരമാണ് ഇത് മകനറിയുകയും മകൻ അവരുടെ മാമന്മാരെ അറിയിക്കുകയും മാമന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇത് പുറലോകം അറിഞ്ഞത്. ഏതെങ്കിലും രീതിയിലുള്ള ഈ കുടുംബത്തിന് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതാണ് മെമ്പർ എന്ന നിലയിൽ? മെമ്പർ തീർച്ചയായിട്ടും എന്തുവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും. അത് തന്നെയല്ല, നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ വിവിധ സ്ഥലങ്ങളിലും നമ്മുടെ കളക്ടർക്കും പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ എല്ലാവർക്കും നമ്മുടെ കംപ്ലൈൻറ്റ് മിനിസ്ട്രിയുടെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവരാണെന്നുള്ളത്? തീർച്ചയായിട്ടും വേണുഗോപാൽ സംസാരിക്കുകയുണ്ടായി, എം പി സംസാരിക്കുകയുണ്ടായി. കുടുംബത്തിന് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ ഒന്നും റിപ്പോർട്ട് വന്നിട്ടില്ല.